കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്കൊരു ഉപന്യാസം കേൾക്കാം. ഉപന്യാസ വിഷയം സഭയും ശുദ്ധീകരണവും. വിശ്വാസ ജീവിതത്തിൽ ലോകത്തിൽ നിന്ന് പറ്റിപ്പിടിക്കുന്ന പൊടിപടലങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അസ്തമനത്തിന് മുൻപേ കഴുകി കളഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹബന്ധത്തിൽ നിന്നും അകലം വിട്ട് സഞ്ചരിക്കേണ്ടി വരും. നിരപ്പിന് സാധ്യമല്ലാത്ത വിധം ഒരുപാട് ദൂരത്തായി പോകും. ആലയത്തിൽ നിന്നും ഇടയനിൽ നിന്നും ദൂരത്താകുന്ന ആടിൻ്റെ അവസ്ഥ കൊടുങ്കാട്ടിൽ ക്രൂരമൃഗങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ടു പോകുന്ന അഥവാ കടിച്ചു കീറി കൊന്നു തിന്നുന്ന ക്രൂരമൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിൽ നിലാരംബരായി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയായി പോകും. ദൈവസ്നേഹത്തിൻ്റെ സന്തുലിത അവസ്ഥയ്ക്ക് ശോധന കഴിക്കുവാൻ നമ്മളിലെ ആത്മ മനുഷ്യനെ സ്വയമേ എല്ലാ സമയങ്ങളിലും പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിനോട് വിധേയത്വം പാലിക്കുന്നവൻ അഥവാ വിധേയപ്പെടുന്നവൻ ആ നിത്യസ്നേഹത്തിൽ നിന്നും അകലം വിട്ട് സഞ്ചരിച്ച് ക്രിസ്തുവിന് ഇടർച്ചയാവുകയില്ല. അഥവാ തന്നിലൂടെ സ്വർഗം വിടുവിച്ചെടുത്തവർക്ക് ആ വ്യക്തി ഒരു ഇടർച്ചക്കല്ലാവുകയുമില്ല. യേശു തൻ്റെ ഐഹിക കാലത്ത് തൻ്റെ ശിഷ്യനായ പത്രോസിനോട് പറഞ്ഞ വാക്കുകൾ: കുളിച്ചിരിക്കുന്നവന് കാലുകൾ മാത്രം കഴുകിയാൽ മതി, അവൻ മുഴുവന് ശുദ്ധിയുള്ളവൻ തന്നെ. കുളി കഴിഞ്ഞ ഒരു ദൈവ പൈതലിൻ്റെ സഞ്ചാരപാത അഥവാ അവൻ പോകുന്ന വഴികൾ ചൊവ്വുള്ളതായിരിക്കണം, നല്ലതായിരിക്കണം. ഇല്ലെങ്കിൽ ചെളിയും പൊടിപടലങ്ങളും ഏറെ പറ്റുവാൻ സാധ്യതയുണ്ട്. കുളി കഴിഞ്ഞെന്ന് കരുതി ലോകത്തിലുള്ളവരോട് സഹകരിക്കേണ്ട അഥവാ ഇണയില്ല പിണ കൂടരുതെന്നല്ല. അവരിലെ ലോകം അഥവാ അഴുക്കുകൾ, പൊടിപടലങ്ങൾ നമ്മളിലെ ആത്മീക മനുഷ്യനെ ഇണയില്ല പിണ കൂടിക്കലർന്ന് ചേരരുതെന്നാണ് അർത്ഥം. വചനദർപ്പണത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഒരു സ്വയം ശോധനയ്ക്കായി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിധേയപ്പെടുത്താം. സ്വർഗീയ കാര്യസ്ഥൻ നമ്മളെ ഓരോരുത്തരെയും അതിന് സഹായിക്കുമാറാകട്ടെ. ആമേൻ.